അമ്മൂന്ന് നിന്നേ. എവിടെയായിരുന്നു നീ ഇത്ര നേരം? ആന്റി ക്ലാസ് കഴിഞ്ഞപ്പം. മിണ്ടരുത്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആമ്പിള്ളാരോട് ഇങ്ങനെ നടക്കരുതെന്ന്? നാട്ടുകാരെല്ലാരും പറയാൻ തുടങ്ങി. എന്തിനാ നീ ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നേ? നീ എന്റെ മോളെ കണ്ടുപിടിക്കാം അമ്മു. അവള് രാവിലെ ക്ലാസ്സിന് പോവും, വീട്ടിൽ വരും, പഠിക്കും. അങ്ങനെ വേണം പെൺപിള്ളേര്. ഇങ്ങനെയാണ് നിന്റെ അമ്മ അച്ഛനെ വിളിച്ച് ഞാൻ പറയും. എനിക്ക് വയ്യ പഴിയേക്കാൻ. അയ്യോ ചേട്ടന്റെ വീട്ടിൽ പോവാന്ന്, ചായ കുടിച്ചിട്ട് വരാനാണ്. ചേട്ടന് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. എവിടെ പോവാ ഞാൻ പറഞ്ഞില്ല. ചായ പേടിച്ചു പോയി. നിന്നെ ഞാൻ പിടിക്കും. പേടിച്ചു പോയോ? കൊച്ചെവിടെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. പോയി. മോളെ മോളെ എവിടെയായിരുന്നു നീ ഇത്ര നേരം? ആര്? ഇതെന്താ പറ്റിയതാ? ഈശ്വര, ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ചോദിക്കാനും പറയാനും ഒന്നും ഞങ്ങൾക്ക് ആരുമില്ലാതായി പോയല്ലോ. ആന്റി ഒന്ന് സമാധാനപ്പെട. ദേവു ആരായിരുന്നു? എവിടെ ചെയ്യുന്ന സംഭവം? അവിടെ വെച്ച്. ബാ ആന്റി നമുക്ക് നോക്കിട്ട് വരാം. ഇവനോ? മോളെ വേണ്ട, നീ വിചാരിക്കുന്ന പോലല്ല. ഇവൻ ഇവിടുത്തെ പഴയ ഒരു അഭ്യാസിയാ. ആന്റി ഒന്ന് സമാധാനപ്പെട്, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം. നീ എന്താടാ അവളെ മാത്രമല്ലോ ചായ കുടിക്കാനും വിളിക്കുന്നത്? ഞാൻ വരാടാ ചായ കുടിക്കാന്. ചോദിക്കാൻ വന്നാണോ നീ? ആടാ ചോദിക്കാൻ വന്നയാ. ഒന്ന് ചോദിച്ചേ കാണട്ടെ. നീ എന്റെ പെങ്ങളെ വിളിക്കോടാ. പിന്നെ നീ എന്നെ അങ്ങ് ഉണ്ടാക്കി. നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നീന്റെ കരാട്ടയും പൊറോട്ടയൊക്കെ വിട്ടതാ. അതിന്റെ കരാട്ട എനിക്ക് കണ്ട് ഇതാ. ഇങ്ങോട്ട് വാടി വന്നേ. ഓ പിന്നെ ഇന്ന് സൂക്ഷിച്ച് എനിക്കത് കേട്ടോ. എടി നിന്നെ എന്റെ പെങ്ങളെന്നല്ല, ഒരു പെണ്ണിന്റെ മേറ്റിന് ഈ കൈ വീഴാൻ പാടില്ല. ഇന്നലെ വരെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത് അവൾക്ക് ചുറ്റും മതിലുകൾ പണിഞ്ഞല്ല, ആ മതിലുകൾ പൊളിച്ച് അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയാണ്.